ഇനി PV ജോഷിലയിലേക്ക് പോകുന്നു. ജോഷില കോഴിക്കോടാണുള്ളത്. ജോഷില, ഏത് രീതിയിലായിരുന്നു കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിലെ കാഴ്ചകൾ? എങ്ങനെയായിരുന്നു കുട്ടിക്കലാശത്തെ രാഷ്ട്രീയ പാർട്ടികൾ എതിരേറ്റത്? അസിത, വടകര നിയോജക മണ്ഡലത്തിലെ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ കൊട്ടിക്കലാശം നടന്നത് തലശ്ശേരിയിലാണ്. തലശ്ശേരി നമുക്കറിയാം, കണ്ണൂർ ജില്ലയുടെ ഭാഗം കൂടിയാണ് തലശ്ശേരി. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ആവേശത്തോടും കൂടിയാണ് ജനങ്ങൾ കൊട്ടിക്കലാശത്തിലേക്ക് പോയത് എന്ന് വേണം പറയാൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറും അതുപോലെ തന്നെ PV അൻവർ അടക്കമുള്ള ആളുകൾ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തിരുന്നു. വളരെ നിർണായകമായ രാഷ്ട്രീയ ചർച്ചകളിലൂടെയാണ് വടകര മണ്ഡലം ഇതുവരെ കടന്നുപോയത്. അതിന്റെ എല്ലാ ചൂരും ആ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്നത്തെ കൊട്ടിക്കലാശത്തിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് തലശ്ശേരിയിൽ എത്തിച്ചേർന്നത്. മാത്രമല്ല, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വടകരയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗവുമാണ് ഈ ഒരു വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. ഈ രണ്ട് ജില്ലകളുടെയും കൊട്ടിക്കലാശം ആണ് ഇവിടെ തലശ്ശേരിയിൽ നടന്നത്. അതിൻ്റെ എല്ലാ ആവേശവും തലശ്ശേരിയിൽ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ നിരവധി ആളുകൾ, പ്രായമായവരും എല്ലാം തന്നെ ഈ ഒരു കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല, KK ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾ, ചൂടുള്ള ചർച്ചകൾ കഴിഞ്ഞ ഒരു മാസക്കാലം, ആ ഒരു വേനൽക്കാലം കടന്നു പോകുമ്പോൾ നിരവധി ചൂടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം കൂടിയാണ് വടകര മണ്ഡലം. CAക്ക് ഒരു മറുപടി നൽകാൻ കോൺഗ്രസിനാവുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളിലും കൃത്യമായ ഒരു വർഗീയ വിഷയങ്ങളടക്കം കൃത്യമായ ഒരു മറുപടി നൽകാൻ കോൺഗ്രസിന് ആകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേസമയം തന്നെ നമുക്കറിയാം, അശ്ലീല പ്രചാരണങ്ങൾ ശൈലജ ടീച്ചർക്കെതിരെ തൊടുത്തുവിട്ടു എന്നുള്ളതും കാന്തപുരത്തിൻ്റെ അടക്കം വ്യാജ കാർഡുണ്ടാക്കി പ്രചരണം നടത്തി എന്നുള്ളതും എല്ലാത്തിനും ഇന്ന് ശൈലജ ടീച്ചർ ഇവിടെ മറുപടി പറയുകയുണ്ടായി. ഇതിനെല്ലാം തന്നെ ജനങ്ങൾ മറുപടി പറയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അവസാനമായി ശൈലജ ടീച്ചർ പറഞ്ഞു വെച്ചത്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസാനത്തെ കൊട്ടിക്കലാശം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി പ്രകടനം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. അസിത, സൈബറിടത്തിലെ ചർച്ചകൾ കൊണ്ടും വളരെ സജീവമായി അവസാന മിനിറ്റുകളിൽ വരെ നിന്ന മണ്ഡലമാണ് വടകര. അവിടെയും കൊട്ടിക്കലാശം വലിയ ആവേശത്തിലായിരുന്നു. ആ വിവരങ്ങളാണ് ജോഷില പങ്കുവച്ചത്.